വിഷ്ണു, എന്താണ് മധ്യ കേരളത്തിലെയൊക്കെ ഒരു സ്ഥിതി? എല്ലായിടങ്ങളിലും ഇന്ന് പത്രികാ സമർപ്പണ തിരക്കുണ്ടായിരുന്നോ? എല്ലായിടത്തും വലിയ തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിത്വം അവസാന സമയം മാത്രം ലഭ്യമായ ആളുകളൊക്കെ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഒരുപക്ഷെ മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 2500 മുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇടുക്കിയിൽ മാത്രം ഇന്ന് രാവിലെ വരെയുള്ള കണക്ക് 2098 അതിന് 3000-ലേക്കൊക്കെ ഇടുക്കിയിലെത്തും. ഒരു പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിൽ മാത്രം ഒരു 25,000-നടുത്ത് നാമനിർദ്ദേശ പത്രികകൾ ലഭ്യമാകുമെന്നാണ്. മധ്യ കേരളത്തിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 3 മുന്നണികളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. UDF-ലാണെങ്കിൽ ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള തർക്കം, ഈ കോൺഗ്രസിനകത്ത് ഐ ഗ്രൂപ്പ് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എറണാകുളത്ത് പ്രതിഫലിക്കുകയും അതിന്റെ പരസ്യ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിൽ CPI-CPM തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ CPM-നും CPI-ക്കും മേൽത്തട്ടിലായിട്ടുണ്ടെങ്കിലും അതിന്റെ താഴേക്കിടയിൽ അതത്ര പ്രതിഫലിച്ചിട്ടില്ല ഒരു മുന്നണിയിലും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. താഴേക്കിടയിൽ പലയിടങ്ങളിലും, അതിപ്പോ ഒരു മുന്നണിയിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും പരസ്പരം മുന്നണികൾ മത്സരിക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. ഇതെല്ലാം ആർക്ക് ഗുണമാകും? അവസാനം ഈ ഫലം വരുമ്പോൾ ഇതെല്ലാം ആർക്ക് ഗുണമാകും എന്നുള്ളതൊക്കെയാണ് ഇനി നോക്കിയിരുന്ന് കാണാനുള്ളത്. ഒപ്പം ഈ തിങ്കളാഴ്ച ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. വിമതരായ ഒരുപാട് പേർ, കോൺഗ്രസിന്റെ ഒക്കെ വിമതരായ ഒരുപാട് പേർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ആരെല്ലാം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രജിത്ത്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനുശേഷമുള്ള പത്രികാ സമർപ്പണം എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് സൂക്ഷ്മ പരിശോധനയാണ്. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.